മുൻ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് അടുത്ത നിമിഷം മുതൽ തന്നെ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക അഴിച്ചുവിടുന്നത്. ഒപ്പം ഇറാനും തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. വീണ്ടും ചോരക്കളമാവുകയാണ് പശ്ചിമേഷ്യ. ഏതായാലും കൃത്യമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകുന്നത്. ഇനി ഒരു സമാധാന കരാറിന്റെ പാതയിലേക്ക് തങ്ങൾ വരാൻ പോകുന്നില്ല. ഇനി ഇത് അവസാനിക്കുന്നുണ്ടെങ്കിൽ യുദ്ധം തന്നെയാണ് ഇതിനുള്ള ഒരു പോംവഴി എന്ന നിലയിലാണ് ഇരു രാജ്യങ്ങളും പരസ്പരമുള്ള ആക്രമണം ഇപ്പോൾ അതിശക്തമായിട്ട് അഴിച്ചുവിടുന്നത്. അതേസമയം തന്നെ എന്തൊക്കെ യുദ്ധതന്ത്രങ്ങളായിരിക്കും ഇനി ലോകം ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളായിരിക്കും ഇരു രാജ്യങ്ങളും പയറ്റുക എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, കടലിനടിയിൽ മൈനുകൾ വിന്യസിക്കുന്നതിന് പുറമെ US നാവികസേനയെ നേരിടാൻ ഇറാൻ ഡോൾഫിനുകളെ ആയുധമാക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാജ്യാന്തര പ്രതിരോധ ചർച്ചകളിൽ ഉയരുന്നത്. യുദ്ധകളത്തിൽ മിസൈലുകൾ, ഡ്രോണുകൾ, ലേസർ ആയുധങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് ലോകം കണ്ടിട്ടുണ്ട്. പക്ഷേ ഡോൾഫിൻ ആയുധത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇറാൻ US യുദ്ധത്തിനിടയിൽ കാമികാസെ ഡോൾഫിനുകൾ വൈറലാകുന്നു. കടലിൽ ഇറാൻ കാമികാസെ ഡോൾഫിനുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും ആക്രമണം സംഭവിക്കാമെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ തങ്ങളുടെ ഭയം പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ യുദ്ധത്തിനിടയിൽ ലോകമെമ്പാടുമുള്ള സുരക്ഷാ വിദഗ്ധരെ ഈ വാർത്ത അമ്പരിപ്പിക്കുന്നു. കടലിൽ US നാവിക വാണിജ്യ എണ്ണ ടാങ്കറുകളെ നശിപ്പിക്കാൻ ഇറാൻ മനുഷ്യ ചാവേർ ബോംബർമാരുടെ മാതൃകയിലാണ് കാമികാസെ ഡോൾഫിനുകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന അന്താരാഷ്ട്ര പ്രതിരോധ വൃത്തങ്ങൾ അതിലൂടെ പുറത്തുവരുന്ന വാർത്തകൾ. ചാവേർ ആക്രമണങ്ങൾക്കായിട്ടാണ് ഇവയ്ക്ക് പ്രത്യേക പരിശീലനം നൽകുന്നത്. ഇറാൻ ഈ ഡോൾഫിനുകളിൽ ഭാരമേറിയ വെടിമരുന്ന്, സ്ഫോടക വസ്തുക്കൾ, മാരകമായ കടൽ മൈനുകൾ എന്നിവ ബന്ധിപ്പിച്ച് നിശബ്ദമായി അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലേക്ക് വിടുന്നുവെന്നാണ് സൂചന. ഈ ഡോൾഫിനുകൾ കപ്പലുകളിൽ ഇടിച്ചാൽ ഉടൻ വലിയ സ്ഫോടനം സംഭവിക്കുകയും മുഴുവൻ കപ്പലുകളും തകരുകയും ചെയ്യും. ഈ റിപ്പോർട്ട് US ഷിപ്പിംഗ് കമ്പനികൾക്കിടയിലും വലിയ ഭയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കാമികാസെ ഡോൾഫിനുകൾ ഉപയോഗിച്ചുള്ള ഒരു യുദ്ധതന്ത്രം ഇറാന്റെ പക്കലുണ്ടോ? ഇറാൻ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഡോൾഫിനുകൾക്ക് പരിശീലനം നൽകി കടലിൽ, ആഴക്കടലിലടക്കം ഇത്തരത്തിൽ കപ്പലുകൾക്ക് നേരെ ഉപയോഗിക്കാനായിട്ട് അവയെ പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണോ എന്നുള്ള ഒരു ആശങ്ക കപ്പലിലൂടെ സഞ്ചരിക്കുന്ന രാജ്യങ്ങൾക്ക് ഉണ്ട്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് നാവികസേന കടൽ ഡോൾഫിനുകൾക്കും കടൽ സിംഹങ്ങൾക്കും പ്രത്യേക സൈനിക പരിശീലനം നൽകിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് വന്നിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം ചാവേർ ആക്രമണങ്ങൾക്ക് ഈ ജീവികളെ ഉപയോഗിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് ശത്രു അന്തർവാഹിനികളെയും വെള്ളത്തിനടിയിലുള്ള ഖനികളെയും കണ്ടെത്തുക എന്നതായിരുന്നു. ഇറാൻ കാമികാസെ ഡോൾഫിനുകൾ, അതായത് ചാവേർ ഡോൾഫിനുകൾ വിന്യസിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന് നയതന്ത്രപരമായ മറുപടിയാണ് US പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്ത് നൽകിയത്. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഇറാന്റെ പക്കൽ നിലവിൽ അത്തരം ഡോൾഫിനുകൾ ഇല്ലെന്ന് തനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്ന് ഹെക്സത്ത് വ്യക്തമാക്കിയത്. എന്നാൽ USന്റെ പക്കൽ കാമികാസെ ഡോൾഫിനുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് ഹെക്സത്ത് നൽകിയത്. ഞങ്ങൾക്ക് കാമികാസെ ഡോൾഫിനുകൾ ഉണ്ടോ എന്ന് എനിക്ക് സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ കഴിയില്ല, എന്നാൽ ഇറാന്റെ പക്കൽ അവ ഇല്ലെന്ന് എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് ഹെക്സത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാൻ അത്തരത്തിലുള്ള കാമികാസെ ഡോൾഫിനുകളെ കടലിൽ ഉപയോഗിക്കും ചാവേറുകളായിട്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അമേരിക്ക അതിന് കൃത്യമായിട്ട് മറുപടി നൽകുന്നത് അത്തരത്തിലുള്ള ഡോൾഫിനുകളെ പരിശീലനം നൽകിച്ചിട്ടില്ല ഇറാൻ എന്നാണ്. ഏപ്രിൽ 30-നാണ് വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ ചർച്ചകൾക്കൊക്കെ തന്നെ തുടക്കമിട്ടത്. മൈനുകൾ വഹിച്ചു കൊണ്ടുപോയി US യുദ്ധക്കപ്പലുകളെ തകർക്കാൻ ഡോൾഫിനുകളെ ഉപയോഗിക്കാൻ ഇറാന് കഴിയുമെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഈ ലേഖനം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇറാൻ അത്തരമൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുമ്പ് സോവിയറ്റ് യൂണിയനിൽ നിന്നും മറ്റും ഇറാൻ ഡോൾഫിനുകളെ വാങ്ങിയിരുന്നതായി BBC പോലുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇത്തരത്തിൽ പരിശീലിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം വെച്ചാണോ എന്നുള്ളതിനെ കുറിച്ചും വ്യക്തതയില്ല. 2000-ൽ ഇത്തരത്തിൽ വാങ്ങിയ ഡോൾഫിനുകൾക്ക് ഇപ്പോൾ വലിയ പ്രായമായിട്ടുണ്ടാകുമെന്നും ടെഹ്റാൻ സജീവമായ ഒരു ഡോൾഫിൻ ട്രെയിനിങ് പ്രോഗ്രാം നിലവിൽ നടത്തുന്നുണ്ട് എന്നതിനും തെളിവുകളില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സൈനിക ആവശ്യങ്ങൾക്കായി ഡോൾഫിനുകളെ പരിശീലിപ്പിക്കുന്നതിൽ ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട് അമേരിക്കയ്ക്കും. 1959-ൽ ആരംഭിച്ച US മറൈൻ മാമൽ പ്രോഗ്രാം ഇതിന്റെ ഭാഗമാണ്.
ബോട്ടിൽ നോസ് ഡോൾഫിനുകളെയും കാലിഫോർണിയൻ കടൽ സിംഹങ്ങളെയും കടലിനടിയിലെ ഖനികൾ കണ്ടെത്താനും വസ്തുക്കൾ വീണ്ടെടുക്കാനും ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. മനുഷ്യനിർമ്മിത സോണാറുകളേക്കാൾ കൃത്യതയോടെ വസ്തുക്കൾ കണ്ടെത്താൻ ഡോൾഫിനുകളുടെ പ്രകൃതിദത്തമായ സോണാർ സംവിധാനത്തിന് കഴിയുമെന്നാണ് വിശ്വാസം. ചെളി നിറഞ്ഞതോ ഇരുണ്ടതോ ആയ വെള്ളത്തിനടിയിൽ പോലും വസ്തുക്കളെ ട്രാക്ക് ചെയ്യാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. കടലിനടിയിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡ്രോണുകളേക്കാൾ വേഗത്തിലും കൃത്യതയിലും പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നും നാവികസേന അവകാശപ്പെടുന്നു. എങ്കിലും US പരിശീലിപ്പിക്കുന്ന ഡോൾഫിനുകൾ കമികാസെ വർഗത്തിൽപ്പെട്ടവയല്ല. അതായത് ലക്ഷ്യം തകർക്കാൻ അവ സ്വന്തം ജീവൻ ബലി കൊടുക്കുന്നില്ല. പകരം മൈനുകൾ എവിടെയാണെന്ന് അടയാളപ്പെടുത്തുകയാണ് അവ ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഇത്തരത്തിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇന്ന് പരിശീലനം നൽകി ചാവേറുകളായിട്ട് ഇത്തരത്തിൽ ഈ ഡോൾഫിനുകളെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. അതായത് ഒരു സൈനിക കരുത്തായിട്ടാണ് ഇത്തരത്തിൽ ആയുധങ്ങൾക്ക് പകരം അല്ലെങ്കിൽ മൈനുകൾക്കൊക്കെ പകരം തന്നെ ഡോൾഫിനുകളെ ഉപയോഗിച്ചിട്ടുള്ള തന്ത്രം എന്ന് പറയുന്നത്. ഒരു ഡോൾഫിൻ സൈന്യത്തെ തന്നെ പടയൊരുക്കി കടലിൽ ഇത്തരത്തിൽ ശത്രുപക്ഷത്തുള്ള കപ്പലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുക എന്നത് തന്നെയാണ് ഇതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൽ ഡോൾഫിനുകൾക്ക് മാത്രമല്ല ഈ ബെലൂഗ തിമിംഗലങ്ങളെയും റഷ്യൻ നാവികസേന ഉപയോഗിച്ചിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും പണ്ട് ഉയർന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സേനകളും ഡോൾഫിനുകളെയും കടൽ ജീവികളെയും പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിനും ചരിത്രമുണ്ട്. നാവിക വിഭാഗം അംഗങ്ങൾക്കെതിരെ ഇസ്രായേൽ പ്രത്യേക പരിശീലനം നേടിയ കൊലയാളി ഡോൾഫിനുകൾ ഉപയോഗിച്ചെന്ന് ഹമാസ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേക യുദ്ധ ആയുധങ്ങൾ ഘടിപ്പിക്കപ്പെട്ടതായിരുന്നത്രേ ഈ ഡോൾഫിനുകൾ. ജീവികളെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുന്നെന്ന് ഇസ്രായേൽ നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2010 ഈജിപ്തിലെ തെക്കൻ സിനായി മേഖലയുടെ ഗവർണറായിരുന്ന മുഹമ്മദ് അബ്ദൽ ഫാദി ഇസ്രായേലിന്റെ ശ്രമഫലമായാണ് ഈജിപ്തിലെ ഷറം എൽ ഷെയ്ഖ് മേഖലയിൽ വലിയ തോതിൽ സ്രാവുകളുടെ ആക്രമണം നടക്കുന്നതെന്ന് ആരോപിച്ചത്. ഈജിപ്ഷ്യൻ വിനോദസഞ്ചാര മേഖലയെ തകർക്കാനാണ് ഇതിലൂടെ ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും ഫാദി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണ് ഇതിന് പിന്നിലെന്നായിരുന്നു വാദം. US നേവി 60കൾ മുതൽ മറൈൻ ആനിമൽസ് പ്രോഗ്രാമും നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പും ഇത്തരത്തിൽ കടലിൽ അതായത് ഈ കടലിൽ വെച്ചിട്ടുള്ള പരസ്പരമുള്ള ആക്രമണങ്ങൾ അത് ഇന്ന് ഇരു രാജ്യങ്ങളും ഏതൊക്കെ രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും നടപ്പിലാക്കി വരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ഈ ഡോൾഫിനെ പോലെയുള്ള മത്സ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകി ഇത്തരത്തിൽ ശത്രുപക്ഷത്തുള്ള കപ്പലുകളെ നശിപ്പിക്കാനും അവരെ ആക്രമിക്കാനും ഉപയോഗിച്ചു വന്നിരുന്നതായിട്ടും പല റിപ്പോർട്ടുകളും പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഇറാൻ ഇത്തരത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇറാൻ ഹോർമുസിലടക്കം അമേരിക്കൻ കപ്പലുകൾക്കെതിരെയും അല്ലെങ്കിൽ തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള കപ്പലുകൾക്ക് നേരെയും ഇത്തരത്തിലൊരു കമികാസെ ഡോൾഫിൻ പടയെ ഇറക്കുമോ എന്നുള്ള ചില അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വരുന്നത്.